എന്തെല്ലാം ചങ്ങായിമാരെ ഉഷാറല്ലേ? കുറേ ദിവസമായി വീഡിയോസൊക്കെ വിട്ടിട്ട് ഇന്നൊരു വീഡിയോസൊക്കെ വിടാൻ വിചാരിച്ച്. ഇതിപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ പുരൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്കാണ്. ഇവിടെയാണ് നമ്മളെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കൽ. പിന്നെ കുറേ 3-4 ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചിന് എന്താ വീഡിയോസ് ഒന്നും വിടാത്തതെന്നൊക്കെ. വളരെയേറെ സന്തോഷം. ചോദിച്ചതിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളത് വളരെയേറെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വീഡിയോസ് വരും. ഇതിന് വൃത്തി നോക്കണ്ട കേട്ടോ, അത് അങ്ങനെയാണ്, പഴയ ഒരു ഇതാണ്. പിന്നെ ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നതേ, അപ്പം വന്ന സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇതാണ് ഞങ്ങളെ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇത് 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യും, അങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ നിലത്ത് തന്നെ വെച്ച്, ഇതൊക്കെ പുതിയത് ഫിറ്റ് ചെയ്താണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാർ 500-200 സാധനം വാങ്ങിക്കൊണ്ടൊരു പരിപാടി ഒന്നുമില്ല, സ്റ്റോർ ചെയ്യുന്ന പരിപാടിയാണ്. നമ്മളെ ഭാഗൻ്റെ ഫുള്ള് സാധനം സ്റ്റോർ ആയിക്കുന്നില്ല, കുറച്ച് വാങ്ങുന്ന ഒരു പരിപാടി ഇല്ല. സാധനങ്ങൾ കണ്ടില്ല ഞങ്ങളിതാ, ചെറിയ പയർ, വലിയ പയർ, എല്ലാ തോതിലുള്ള പയറുകളും ഇട്ടിട്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കും. അൽഹംദുലില്ലാഹ് തിന്നുന്ന കാര്യത്തിൽ ഒരു പഞ്ഞും ഇല്ല കേട്ടോ അവിടെ, കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ കണ്ടില്ലേ ഈ സാധനങ്ങളൊക്കെ. ഇതിനപ്പുറത്ത് വേറെ പാട്ടുണ്ട്, പിന്നെ കാണിച്ചിട്ടുണ്ട്. ഒക്കെ പാടെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ്. ഇത് പയറും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് മഞ്ഞപ്പൊടിയാണ്, ഫുള്ള് മഞ്ഞപ്പൊടി. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. പയർ, ഈ പയറുങ്ങളുടെ കണ്ടിടോ, നാട്ടിൽ കിട്ടല്ലത്. ഇതൊരു പ്രത്യേക ചെറുപയറാണ്. ഇതിട്ടിട്ട് ചോറ് വെക്കും, റുബിയാനാബീസ് എന്ന് പറഞ്ഞൊരു ചോറ്. ഉണക്കച്ചെമ്മീൻ കാര്യങ്ങൾ മത്തനെ കണ്ടങ്ങൾ കൊണ്ട് സ്റ്റോക്ക് വെച്ച്. ചെറിയ സാധനങ്ങൾക്ക് സ്വതവേ ഇഷ്ടമല്ല, ഇവരൊക്കെ വാങ്ങിക്ക് വലുതാണ്. അങ്ങനെ മത്തൻ കേട് വരുന്നതാണ്. ഉള്ളി സ്റ്റോർ ചെയ്യുന്ന സാധനം, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി. ഇത് നാടത് കുവൈത്ത് പ്രൊഡക്റ്റാണ്. പിന്നെ അത് ഇവിടെ ഉണ്ടാകുന്ന ഒരു സൈസ് ഉള്ളിയാണ്, കാട്ടുള്ളി കൊണ്ട് ഉണ്ടാക്കുന്ന വിനാഗിരി ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന വിനാഗിരി എന്ന് വെച്ചാൽ നമ്മളെ ഒറിജിനൽ വിനാഗിരിയാണ്. ഇതാണ് വിനാഗിരി, ആപ്പിളിൻ്റെ. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇതെന്താ നിങ്ങൾക്ക്, ഇത് നമ്മളെ റോസ്, അത് കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ. പിന്നെ ഇത് അരിൻ്റെ വകുപ്പാണ്. ഇത് ഇപ്പം കുറഞ്ഞതാണ്. ഇതൊക്കെ സ്റ്റോർ ചെയ്തേക്കും. ഒരു 3-4 മാസത്തേക്കുള്ള ഫുഡ് എപ്പോഴും ഇവിടെ സ്റ്റോറിങ് ആയിരിക്കും. ഇത് ഇവിടുത്തെ റേഷൻ്റെ അരിയാണ്, വസുമതി റൈസ് അവിടെ കിട്ടുക. പാൽപ്പൊടി മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, നമ്മളെ ഇറച്ചി വെക്കുന്ന സംഗതികൾ കാണിച്ചില്ല, ഫീസറുകൾ. ഇത് ഒരു ഫീസർ, ഇതൊക്കെ പുതിയത് ഇറക്കിയപ്പോൾ ഒരു ഫീസറാണ് കേട്ടോ. ഇത് മൊത്തം ഇറച്ചികളാണ്. ഇതിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ട്. ഇത് നമ്മളെ നല്ല എന്താ പറയുക, നട്ടലിൻ്റെ ഇറച്ചിയാണ്. ഇത് പിന്നെ നെയ്യ്, ഇത് ഒട്ടകം, അരീസൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന സാധനം. ഇതാണ് വെണ്ടയ്ക്ക നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ബുക്ക് ചെയ്യുക, ആവശ്യത്തിന് എടുക്കുക, ആക്കുക. സാധനം ഇപ്പോൾ ഫീസർ ഒഴിച്ചാട്ടോ. ഇറച്ചി 30 കിലോ ഇറച്ചി ഇപ്പോൾ വരെ കൊണ്ടുവന്ന് വെച്ചാണ്. ഫുൾ ഇറച്ചിയാണ് സാധനമല്ലോ. ഇവിടെ ഭക്ഷണത്തിനൊരു ക്ഷാമം ഉണ്ടാവില്ല. ഞാൻ പറയും, ഈ ഉണക്കച്ചെമ്മീനിട്ട് ചോറിനാക്കുന്ന അറിയില്ലേ, ഇതാണ് ഉണക്കച്ചെമ്മീൻ. ഉപ്പിട്ടിട്ട് ഉണക്കി കൊണ്ടേക്ക് ചെയ്യുക. ഇത് ഇടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരുന്നുണ്ട്. ഇറച്ചി ഇവിടെ കൊണ്ടുപോയി വെച്ചിന്, അത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇറച്ചി കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. ഇറച്ചി ഇന്നലെ 2 ആടിനെ വേറെ എക്സ്ട്രാ കൊണ്ടുവന്ന് അത് വെച്ചിന്. പിന്നെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഫീസറുള്ള ഭക്ഷണമേ കഴിക്കുള്ളൂ. പേടിയാണ് എന്താ സംഭവിക്കുമെന്നൊക്കെ, ഭക്ഷണം കിട്ടൂല എന്നൊക്കെ. പണ്ട് ഇവിടെ ഇറാഖ് കുവൈത്ത് യുദ്ധം നടന്ന ടൈമിന് വെണ്ടക്ക മിഞ്ഞാന്ന് കൊണ്ടുവന്നാണ്, ഇന്നും കൊണ്ടുപോകുന്നതിന് ഒരു 10 കിലോ ഇട്ട്. ഇത് വേറൊരു ഫീസർ. ഈ സാധനം എന്താ പറയുക, ഇത് ഫഗ്ഗ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതായത് ഇവർക്ക് ഇനി ഒരു ഭക്ഷണം ഇല്ലെങ്കിലും അപൂർവം ഉണ്ടാവുന്ന സാധനമാണ് ഫഗ്ഗ. ഭയങ്കര പ്രോട്ടീനും ഒരുപാട് മെഡിസിൻസൊക്കെയാണ് നിങ്ങൾക്ക് പറയുന്നത്. ഒന്നുമില്ല, പേരില്ലാത്ത സാധനമാണ്. ഭൂമിയിൽ താനെ ഉണ്ടായി വരിക, കൃഷി ചെയ്യുന്നതല്ല. ഇപ്പോൾ കൃഷി ചെയ്യുന്ന തുടങ്ങിയെന്ന് എനിക്ക് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ്
അപ്പോൾ എത്രയായി 1 2 3 4 5 ഫീസർ ഉണ്ടല്ലേ. ഇത് നമ്മുടെ മീനിൻ്റെ ഫീസർ. ഇതിൽ മീനിൻ്റെ വിഭവങ്ങൾ മാത്രം ഉണ്ടാകുക. നമ്മൾ ആവോലിയാണ്. ആവോലി നമ്മൾ ആവശ്യത്തിന് പാക്ക് ചെയ്ത് കറക്റ്റാക്കി വെക്കുക ചെയ്യണം. എടുത്ത് വെക്കാനുള്ള ഇനി ഇവിടുത്തെ പിന്നെ വരുന്ന ചെമ്മീൻ. ഒരു ചെമ്മീൻ്റെ വലിപ്പാട് ചെമ്മീൻ ഉണ്ടാക്കി ഒരുപാട് മീനുകളുണ്ട്. അമ്മൂറൊക്കെ ഇങ്ങനെ കിടക്കുകയും താഴ്ത്തുന്നത് ഇഷ്ടമായിട്ടുണ്ടോ. ഇത് നമ്മളെ ഐറ്റംസുകളാണ്. കൂന്തൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഇതാണ് ഒരു ആവോലി. ഒരു ആവോലിനുണ്ടാവും ഒരു 3-4 കിലോ പോരെ. തിന്നതിൻ്റെ കാര്യത്തിൽ ഒരു പഞ്ഞും ചെയ്യാൻ തിന്നാനൊക്കെ പേടി ആവശ്യത്തിനേ തിന്നുള്ളൂ. അനാവശ്യം തിന്നുന്ന പരിപാടിയില്ല. ഇത് അമ്മൂറാണ് കിടക്കുന്നത്. അത് അമ്മൂറല്ല, അത് വേറൊരു മീൻ, ഒരു കിളിമീൻ പോലത്തെ മീനാണ്. അമ്മൂറൊക്കെ താഴോട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുണ്ട്, അതിനെ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്ര കാണുക. ഇനി നിങ്ങൾ ഒക്കെപ്പാടെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് ബോറായി പോകും. അതിനെക്കൊണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയ പുതിയ വീഡിയോസുകളൊക്കെ വരും. പരമാവധി ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം കണ്ടില്ലേ. ഒന്നും പാടെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ ഇതിന് പറയാം സിർദാബ് എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ അതേ കെട്ട് തന്നെയാണ്. ഇങ്ങനെ പോവും. ഇങ്ങനെ പോയിട്ട് ഇനി ഇവിടെ ഉണ്ട് കുറച്ച് കാഴ്ചകൾ കാണാൻ. ഇത്ര കണ്ടാൽ മതി. ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.